ഇവിടെ ഇത് വരയമ്പുലിയുടെ ഒരുക്കാണ് അതുകൊണ്ടല്ലേ? വരയമ്പുലിയാണ്, കടുവയാണ്. നമ്മളെ പുലിമുരുകളിൽ പറയും പോലെ നിങ്ങൾക്കത് കടുവയായിരിക്കും, പക്ഷെ ഞങ്ങൾക്കത് വരയമ്പുലി എന്ന് പറഞ്ഞാൽ ആയിരിക്കും. എല്ലാ വർഷം കിട്ടുന്നതാണോ അതോ രണ്ടാമത്തെ കൊല്ലാണ്? ഇതിങ്ങനെ ശരിക്കും മണിക്കൂറുകള് പെയിന്റ് അടിച്ച് നിക്കല്, അത് കഴിഞ്ഞ് വെയിലത്തുള്ള തുള്ളല്, ക്ഷീണറിയില്ല. അതാണ് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഭയങ്കര രസമാണ്. ആളുകൾക്കൊന്നും ഈ ക്ഷീണം അറിയില്ല, ദാഹം അറിയില്ല. അതെന്ന് പറഞ്ഞ പോലെ ഇതിന്റെ ഒരു വൈബ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ മറ്റൊന്നും അതില് വരുന്നില്ല. ഏതാ മുഖംമൂടിയൊക്കെ, ഇവരുടെ മുഖംമൂടിയൊക്കെ ഇട്ടിട്ടാണ് ഇനി കുട്ടികളൊക്കെ റെഡിയാകാൻ പോണത്. എന്താണ് പുലിവേഷം കെട്ടുന്നുണ്ടോ? ഇല്ല, കൂടെ നിൽക്കണു അല്ലേ? കൊട്ടാറിയോ? ആളറിയോ? ഒന്ന് കുട്ടിക്കേ ആണ്ടേ. അതാണ് പുലിക്കൊട്ട് എന്ന് പറഞ്ഞാൽ അത് എല്ലാവർക്കും ഇവിടെ ഭയങ്കര എല്ലാ ബ്ലഡിലുള്ളതാണ്. അത് ഈ മീനിനെ നീന്താൻ പഠിപ്പിക്കണ പറഞ്ഞതല്ലേ? ഈ കൊട്ട് ഓട്ടോമാറ്റിക്കലി വരും, കാരണം അത് ഞങ്ങളുടെ ചോരലുള്ളതാ. അതാരും പഠിപ്പിച്ചിട്ടല്ല ഞങ്ങളെല്ലാം കൊട്ടണത്. ഞങ്ങൾ കൊട്ടുകാരും അല്ല, മേളം പഠിക്കണ പോലെ ഞങ്ങൾ ആരും പഠിക്കണില്ല. പക്ഷെ പുലിക്കൊട്ട് എല്ലാവരും കൊട്ടും. ഇതിന്റെ ഒരു കൊട്ട് 2 സ്റ്റെപ്പ് ആരായാലും വെച്ചു പോകും. ഇത് കേട്ടു ചേട്ടൻ ഈ കൊട്ടിന്റെ ഭാഗമാണോ, ടീമിന്റെ ഭാഗമാണോ? അസുരതാളാണ് നമ്മുടെ ടീമാണ്. അവിടെ നമുക്ക് കാണാം, ഇതിന്റെ ഉള്ളിലും പുലികളൊക്കെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ചേട്ടാ എങ്ങനെയാ വല്ലതും കഴിച്ചോ? എന്തായാലും മണിക്കൂറുകളുടെ ഒരു നീണ്ട ഇത് നമ്മൾ വരയമ്പുലിയായിട്ടാണോ പുലിപ്പുലിയായിട്ടാണോ അറിയില്ല. അത് അപ്പൊ അവര് കാത്തു നിൽക്കുക എന്താന്ന് അറിയില്ല. ഈ പുലിക്ക് വയറ് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വയറില്ലല്ലോ? ഇല്ല, വയറില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മുടെ ആഗ്രഹമാണല്ലോ പുലിയിലേക്ക് എത്തിക്കുന്നത്. വയറില്ലെങ്കിലും നമ്മള് ആഗ്രഹം വയറിന് വേണ്ടി കാത്തിക്കില്ലല്ലോ. അപ്പൊ നമ്മൾ അതിന് വേണ്ടി മാറി, എല്ലാവരുടെയും ഒരു ഇതിലേക്ക് മാറി വന്നു. അതെ. ഇവിടെ കുറെ നമുക്ക് കാണാം വയറുള്ള പുലികൾ, വയറില്ലാത്ത പുലികൾ, പല വർണ്ണ പുലികൾ. ഇതാ കിളിപ്പച്ച പുലി അല്ലേ? ഇത് ഏത് പുലിയാട്ടാ? ഫ്ലോറസെന്റ് ആണ്. ഇനി ഇതില് വരയാണോ കുത്താണ്? വരയാണ് വരിക. അപ്പൊ ഈ നമ്മള് ഒരുപാട് കാലം കഴിയുമ്പോ ഇതിന്റെയൊക്കെ ഒരു രൂപവും സ്വഭാവമൊക്കെ മാറുകയാണല്ലേ? മാറാൻ പാടില്ല. ഇത് പണ്ടുണ്ടായിരുന്നു തന്നെയാണ്. പണ്ടുണ്ടായിരുന്നു. അത് പരിഷ്കരിച്ച് വീണ്ടും നിറങ്ങള് പുതിയതൊക്കെ എടുക്കുന്നുണ്ടോ? ഇല്ല, പണ്ടുണ്ടായിരുന്ന അതേ കളർ തന്നെയാണ്. അതേ കളർ. എന്താ വ്യത്യാസം എന്താ വന്നിട്ടുള്ളത്? വ്യത്യാസങ്ങളായിട്ട് പ്രത്യേകിച്ചൊന്നും ഇത്തിരി കൂടി വാർണിഷ് കൂട്ടി കഴിഞ്ഞാൽ ഇത്തിരി കൂടി തിളക്കം കിട്ടും. രാത്രിയൊക്കെയാണ് ഈ ലൈറ്റ് ഇടുമ്പോ ഇത്തിരി കൂടി ഭംഗിയുണ്ടാവും. അതാണ് ഫ്ലോറസെന്റിന്റെ പ്രത്യേകത. എന്താണെങ്കിലും പണ്ടത്തെക്കാട്ടിലൊക്കെ നമുക്ക് സ്കിൻ ഫ്രണ്ട്ലി ആണല്ലേ? അതെ. ആർക്കും അങ്ങനെ ഇതുവരെ പ്രോബ്ലം ഒന്നും പറഞ്ഞിട്ടില്ല. ചില ആൾക്കാർക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടാവാം. ഇത്തിരി സമയം പിടിക്കും. അതൊരു പണി തന്നെയാണ്. അതാണ് ശരിക്കും പണി.